മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങാം. അതായത് ലാർജ് ഇളവ് എന്ന് തന്നെയാണ് അതിൻ്റെ ഹെഡിങ്. ലാർജ് എന്ന് കേട്ടാലും നമുക്കറിയാവുന്നതാണ് കാര്യങ്ങൾ. മദ്യനയത്തിൽ വമ്പൻ ഇളവ്, ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാം, ഡിസ്റ്റിലറികളും ബ്രൂവറികളും തുടങ്ങാം. ഇങ്ങനെ സംസ്ഥാനത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇളവ് വരുത്തിയതെന്ന് കൂടി മാതൃഭൂമി വാർത്തയിൽ പറയുന്നുണ്ട്. അതായത് ബിസിനസ് സമ്മേളനങ്ങൾ, അന്താരാഷ്ട്ര കോൺഫറൻസുകൾ, കൂടിച്ചേരലുകൾ എന്നിവയുടെ ഭാഗമായി 1-ാം തീയതി മദ്യം വിളമ്പാം. 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾ, ഹെറിറ്റേജ് ക്ലാസിക് റിസോർട്ടുകൾ എന്നിവയ്ക്കാണ് അനുമതി. അതുമാത്രമല്ല, ഈ ഒന്നാം തീയതി മാത്രമാണ് ഈ ഇളവുള്ളത്. മറ്റു ഡ്രൈ ഡേകളിൽ അനുമതിയില്ല. അതായത് ഗാന്ധി ജയന്തി പോലുള്ള ദിവസങ്ങളിൽ അനുമതിയില്ല എന്നുകൂടിയാണ് സർക്കാരിൻ്റെ മദ്യനയം. വളരെ രസകരമാണ് പുതിയ മദ്യനയം. അതുമാത്രമല്ല, കപ്പലുകളിലും മദ്യം വിളമ്പാം. അങ്ങനെ ഇനി അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിലേക്ക് മദ്യം കയറ്റി അയക്കാൻ നമ്മുടെ ബ്യൂറേസ് കോർപ്പറേഷന് അനുമതിയുണ്ട്. ആ രൂപത്തിൽ ബ്യൂറേസിൻ്റെ മദ്യക്കുപ്പികൾ ഇനി QR കോഡ് വരും. അങ്ങനെ വളരെ വിശദമായ, ബൃഹത്തായ, മനോഹരമായ മദ്യനയത്തെക്കുറിച്ചാണ് മാതൃഭൂമി 1-ാം പേജിൽ വലിയ വാർത്തകൾ. ദീപിക അത് ആ ഹെഡിങ്ങിൽ ഒതുക്കിയത് മാത്രമല്ല, ദീപികയും വളരെ വിശാലാടിസ്ഥാനത്തിൽ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ദീപികയിൽ ഒരു വരി കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ മദ്യനയത്തിൽ ഇളവ് വരുമ്പോൾ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് 17-ാം തീയതി സർവകക്ഷി യോഗം എന്നുകൂടി ദീപികയിൽ പറയുന്നുണ്ട്. അതായത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഇതിനൊപ്പം നടക്കുന്നുണ്ട്. മദ്യനയത്തിൽ ഇളവുണ്ട്.